എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഗോതമ്പ് ദോശയും ഒരു ചട്നിയും ഉണ്ടാക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ചട്നിയാണ്. അപ്പോൾ ഈ ഗോതമ്പ് ദോശ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂടോട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്, ഈ തക്കാളി ചട്നിയും ഈ ഗോതമ്പ് ദോശയും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ട് 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും വേണം. പിന്നെ ചേർക്കേണ്ടത് ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. കുറച്ച് ഉള്ളി, മല്ലിയില, ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്നത്, ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം, ഈ ഒരു കപ്പിന്, ഈ സ്റ്റാൻഡേർഡ് കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കുമ്പോൾ നോക്കണം, നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ഒരു ക്വാളിറ്റിയൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് ചേർക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഗോതമ്പ് പൊടിക്ക് 1.5 കപ്പിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിതിപ്പം നമ്മുടെ എങ്ങനെയാണോ വെള്ളം ചേർക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു ഗോതമ്പ് ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് ദ്വാരങ്ങളൊക്കെ ഉള്ള ദോശ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല, കുറച്ച് കട്ടിയായിട്ടാണ് മാവ് കലക്കിയെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള ദോശയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് അതിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു 1.5 കപ്പ് വെള്ളത്തിലുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കുക. നല്ല കൈ കൊണ്ട് തന്നെ നല്ല വാഷ് ചെയ്തിട്ട് നക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലെവൽ. നമ്മുടെ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാം, പക്ഷേ അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്. അപ്പോൾ കുറച്ചുകൂടെ ലൂസാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ദ്വാരങ്ങളൊക്കെ ഉള്ള ദോശയായിട്ട് വീഴും. ഇതിപ്പോൾ കുറച്ച് മാവിന് അല്പം കട്ടിയുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തവിയിൽ പരത്തി ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ദോശ. അപ്പോൾ ഇതിനി നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ചേർത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് പച്ചമുളകൊക്കെ ചേർക്കുന്നത് സൂക്ഷിക്കണം. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നതിൽ അധികം മുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൂടായിട്ട് തന്നെ ഈ ദോശ നമുക്ക് സെർവ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള ചമ്മന്തി, ടൊമാറ്റോ ഉള്ളി ചമ്മന്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോയിൽ ഞാനത് രണ്ടാമത് കാണിക്കുന്നതേ ഉള്ളൂ, ആസ് യൂഷ്വൽ. അപ്പം നമ്മൾ ദോശ ചൂടായിട്ട് തന്നെ ഇത് സെർവ് ചെയ്യണം. വളരെ സ്വാദിഷ്ടമായ ഒരു ദോശയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ 2 ദോശയും ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു 4-5 ദോശ കിട്ടും നമുക്ക് ഈ 1 കപ്പ് പൊടി വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഇതിപ്പോൾ 3 തക്കാളി, 1 സവാള, ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ശകലം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറേ കളറിന് വേണ്ടിയിട്ട് അതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ്, കായത്തിൻ്റെ പൊടി, കുറച്ച് കടല കൂടെ വേണം. അപ്പോൾ ചനാ ദാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എണ്ണയിൽ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഒരു മൂത്ത് വരാനായിട്ട്. ഇനി ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ, കാരണം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യുക, ബെല്ലൈക്കണോട് കൂടി ചെയ്യുക, എന്നാലേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-10 മിനിറ്റിനകം ഇതൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ടൈം എടുക്കും. അത്രേ ഉള്ളൂ. അല്ല, ഈ ചട്നി നമുക്ക് വേണമെങ്കിൽ രാത്രിയിലൊക്കെ തയ്യാറാക്കി വെക്കാം, ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അരയ്ക്കാനും പൊടിക്കാനും ഒക്കെയുള്ള ഒരു മൂഡില്ലെങ്കിൽ നമുക്കിതുപോലത്തെ നല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കി നമുക്ക് എടുക്കാം.
അപ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു കോമ്പിനേഷനാണ് ഈ ഗോതമ്പ് ദോശയും ഈ ഒരു ടൈപ്പ് തക്കാളി ചട്നിയും. ഇതല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ഇഡ്ഡലി ചട്നിപ്പൊടി ഉണ്ടല്ലോ, അത് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ ഏത് ചമ്മന്തി വേണോ ഇതിൽ ചേരും. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചട്നിയാണ്. ഇതിൽ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൊണ്ട് മിക്സ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ കടുക് താളിച്ചിടാം. അത് ഞാനിപ്പോൾ ഓയിൽ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ചെയ്യാത്തത്. വേണമെങ്കിൽ ഒരല്പം കടുകും കൂടെ താളിച്ചതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് റണ്ണേഴ്സ് കിച്ചൺ. ബൈ ബൈ.